അതിനകത്ത് നമുക്ക് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാം, അതുകൂടാതെ ജൂൾസ് ലോയും. ഓക്കെ, അപ്പോൾ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് കറൻറ്റ്, അല്ലേ? എന്താണ് കറൻറ്റ്? ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം ആറ്റമിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്, ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും, അതിന് ചുറ്റും ആര് മൂവ് ചെയ്തുകൊണ്ടിരിക്കും? ഇലക്ട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലാണ്, ദാറ്റ് ഈസ് ചാർജ്ലെസ് അല്ലെങ്കിൽ ന്യൂട്രൽ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്, അല്ലേ? സോ പ്രോട്ടോൺ പോസിറ്റീവ്, ന്യൂട്രോൺ ന്യൂട്രൽ, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് ടു പ്രോട്ടോൺസ് ആർ കെപ്റ്റ് aside? തൊട്ട് പ്രോട്ടോണുകൾ രണ്ടെണ്ണം വെച്ചാൽ എന്ത് സംഭവിക്കും? ദേ വിൽ റിപ്പൽ. ഇലക്ട്രോൺസ് ആണ് ഇതുമാതിരി അടുത്ത് വെച്ചിരിക്കുന്നെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അഗെയിൻ ദേ വിൽ റിപ്പൽ. വൈ? ബിക്കോസ് ലൈക്ക് ചാർജസ് റിപ്പൽ. നമുക്കറിയാം പ്രോട്ടോൺ പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും റിപ്പൽ ചെയ്യും. ഇനി ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ വെച്ചാൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും അടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ദേ വിൽ അട്രാക്റ്റ്, അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് അട്രാക്റ്റ് ചെയ്യും, അൺലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും. ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് വെക്കുക. പ്രോട്ടോൺ അടുത്താണ് അല്ലെങ്കിൽ ഇലക്ട്രോൺ അടുക്കാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണെങ്കിൽ, ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ ദേ വിൽ അട്രാക്റ്റ്, അവർ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ് ഇലക്ട്രിക് ചാർജ്, അല്ലേ? ഇലക്ട്രിക് ചാർജ് എന്താണ്? ചാർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ എന്ന ലെറ്റർ കൊണ്ടാണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കുലുംബാണ്. ഓക്കെ, COULOMB. ഓക്കെ, സർ കുലുംബിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഇലക്ട്രിക് ചാർജിന് കുലും എന്ന യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജിനെ മെഷർ ചെയ്യുന്നത് നമ്മൾ കുലും ആയിട്ടാണ്. C. ഓക്കെ, C. ഇലക്ട്രിക് ചാർജ് ഈസ് മെഷേർഡ് ബൈ കൂലും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ചാർജിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇലക്ട്രിക് ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത് Q ആണ്, അല്ലേ? ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും? നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും ചാർജ് ഉണ്ടെന്ന് അറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രിക് ചാർജ് എത്രയാണ്? -1.6 ഇൻറ്റു 10⁻⁻19 കൂലും. ഇറ്റ്സ് എ വെരി സ്മോൾ വാല്യൂ, അല്ലേ? 10⁻⁻19 എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വാല്യൂ ആണ്. നെഗറ്റീവ് കൊടുക്കാൻ കാരണം എന്താണ്? ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻19 കുലും. ഇതിനകത്ത് -1.6 ഇൻറ്റു എന്നല്ല എഴുതിയിരിക്കുന്നത്, 1.6 ഇൻറ്റു. വൈ? ബിക്കോസ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും, ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് കറൻറ്റ്? നമുക്ക് കറൻറ്റ് എന്താണെന്നറിയാം. കറൻറ്റ് മീൻസ് ഫ്ലോ, അല്ലേ? ഫ്ലോ ഓഫ് എനിത്തിങ്, എന്തിൻ്റെങ്കിലും ഫ്ലോ. വാട്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ കറൻറ്റ്, ഫ്ലോ ഓഫ് വാട്ടർ, അല്ലേ? വാട്ടറിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ വാട്ടർ കറൻറ്റ് എന്ന് പറയുക. വിൻഡ് കറൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് വിൻഡ്, അല്ലേ? വിൻഡ് കറൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് വിൻഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫ്ലോ ഓഫ്, യെസ്, ചാർജ്, അല്ലേ? ചാർജിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുക. നമ്മളൊരു മെറ്റൽ വയർ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ടേക്ക് എ മെറ്റൽ വയർ. ഇതൊരു മെറ്റൽ വയറാണ്. ഓക്കെ, ഇനി നമുക്കറിയാം മെറ്റലിനകത്ത് എന്തുണ്ടാവും? ധാരാളം ആറ്റംസ് ഉണ്ട്, അല്ലേ? എവറി മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഇങ്ങനെ ഈ വട്ടം കാണുന്നതൊക്കെ ആറ്റംസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മെറ്റൽ ആറ്റമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ആറ്റമിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോണുകൾ ഫ്രീ ആയിരിക്കും, അതായത് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും മെറ്റൽസ്. ന്യൂക്ലിയസ് അഥവാ പോസിറ്റീവ് ചാർജ്, അല്ലേ? ന്യൂക്ലിയസിലെ പ്രോട്ടോൺ ആണ്, ഈ പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെയൊക്കെ അട്രാക്ട് ചെയ്യും. പക്ഷേ മെറ്റൽസിൻ്റെ കേസിൽ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്ത് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഓക്കെ, അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്കാണ്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. Okay, because they will be free. They are not attracted or tightly bound to the nucleus, so they will move. അപ്പോൾ ഒരു ആറ്റമിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഇത്തിരി മെറ്റലിൽ കുറേ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസിൻ്റെ എല്ലാം അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മൂവിങ് ഇൻ എ റാൻഡം മോഡ്, അല്ലേ? അങ്ങോട്ടും അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നില്ല. ഓക്കെ, സോ ദർ ഈസ് മൂവ്മെൻറ്റ് ഓഫ് ദീസ് ഇലക്ട്രോൺസ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് കറണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതിൻ്റെ മോഷൻ റാൻഡം മോഷനാണ്.
ഓക്കെ, ഇത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇതിൻ്റെ മോഷൻ എങ്ങനെയാണ്? റാൻഡം മോഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കൊന്നും അല്ല മൂവ് ചെയ്യുന്നത്, അതിന് ഇഷ്ടമുള്ള ഡയറക്ഷനിലൂടെ വെറുതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇതിനെ കറൻറ്റ് എന്ന് പറയുന്നത്? ഈ എല്ലാ ഫ്രീ ഇലക്ട്രോണുകളും ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ഈസ് പാസിങ് ത്രൂ ദാറ്റ് വയർ. ഓക്കെ, മെറ്റാലിക് വയറിൽ എല്ലാ ഇലക്ട്രോണുകളും ഈ റാൻഡം മോഷന് പകരം നോക്കൂ ഒരേ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് കറൻറ്റ് ഉണ്ട്. ആ വയറിൽ എന്തുണ്ട്? കറൻറ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിനെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആരെങ്കിലും ആ പണി ചെയ്യണമല്ലോ. അതെങ്ങനെയാണ് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്? ഓക്കെ, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിലൂടെയുള്ള ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര ചാർജാണ്, ഇപ്പോൾ ആ റെഡ് കളറിലൊരു ഏരിയ കണ്ടു അല്ലേ, അതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 10 ചാർജാണ് കടന്നു പോകുന്നതെങ്കിൽ കറൻറ്റ് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ, ഒരു യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ യൂണിറ്റ് പറയുമ്പോൾ 1 ആണല്ലേ നമ്മൾ എടുക്കുക. 1 സെക്കൻഡിൽ എത്ര ചാർജ് ആണോ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നത് അതാണ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടെത്താം? I is equal to ചാർജ് Q ബൈ എത്ര സമയം എന്നാണ് പറഞ്ഞല്ലേ, അപ്പോൾ ചാർജ് ബൈ ടൈം. ഇലക്ട്രിക് കറൻറ്റ് ഇസ് ഈക്വൽ ടു Q ബൈ T എന്ന് കിട്ടി അല്ലേ. ഇലക്ട്രിക് കറൻറ്റ് ഇസ് ഈക്വൽ ടു Q ബൈ T. അപ്പോൾ SI യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? ക്യൂവിൻ്റെ യൂണിറ്റ് കുലും ആണെന്നറിയാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എന്നാണെന്നറിയാം. സോ കുലും പെർ സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ആംപിയർ എന്നാണ്. എന്താണ്? വി യൂസ് ആംപിയർ ആസ് ദി യൂണിറ്റ് ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഓക്കെ, ആംപിയർ ആണ്. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണ് അല്ലേ, അതിനാണ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുക. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒരു കണ്ടക്ടറിലൂടെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ് അഥവാ I എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മൾ കറണ്ട് ഉണ്ടാവുന്നത് പറഞ്ഞു. അതെങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്? ഏത് ശക്തിയാണ്, ഏത് ഫോഴ്സാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? ഹൗ ദിസ് ഈസ് പോസിബിൾ? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോൺ പറഞ്ഞാൽ ചാർജസ് ആണല്ലേ. ഈ ചാർജ് ഫ്ലോ ചെയ്യുന്നു. ഒരു 1 സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അപ്പോൾ 1 ആംപിയർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കുളും ചാർജ് ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടിയുള്ള കറൻറ്റ് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്ന് പറയാം അല്ലേ. 1 കുളും ചാർജ് ഒരു സെക്കൻഡിൽ 1 കുളും ചാർജ് ആണെങ്കിൽ 1 ആംപിയർ എന്ന് പറയാം. ഇനി ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് നോക്കാം. ഓക്കെ, ഇവിടെ 2 ബീക്കർ എടുത്തിട്ടുണ്ട്. ഈ 2 ബീക്കറിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാണ്. ഇടയിൽ നോക്കൂ, യു ക്യാൻ സീ എ കണക്റ്റിംഗ് ട്യൂബ്. ഓക്കെ, ഇത് രണ്ടിലും വാട്ടർ ലെവൽ എന്ന് പറയുന്നത് സെയിം ലെവലാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സെയിം ലെവലാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ദർ വിൽ ബി നോ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം വൺ ബീക്കർ ടു അനദർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ലെവലാണ്. വാട്ടർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയാം സെയിം പൊട്ടൻഷ്യൽ ആണെന്ന് പറയാം. പക്ഷേ അവിടെ നോ ഫ്ലോ ആയിരിക്കും അല്ലേ. ഫ്ലോ ഉണ്ടാവോ? ഇല്ല, ഫ്ലോ ഉണ്ടാവില്ല. കാരണം സെയിം ലെവലാണ്, മീൻസ് ദേ ആർ ഇൻ സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ വേണം അല്ലേ. അപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ ഇച്ചിരി വെള്ളം കൂട്ടി കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ദർ ഇസ് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെയുണ്ട്. ദെൻ വാട്ട് ഹാപ്പൻസ്? ഇഫ് ദർ ഇസ് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ, ദിസ് വാട്ടർ വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ, ഫ്രം വൺ ബീക്കർ ടു ദ അതർ ബീക്കർ അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സംഭവിച്ചു അല്ലേ. ഒന്നിൽ വെള്ളം കൂടുതലായി, ഒന്നിൽ വെള്ളം കുറവായി. ദെൻ ദർ വിൽ ബി ഫ്ലോ ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ആവണമായിരിക്കും. വെള്ളം ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഒരു കണ്ടക്റ്റിംഗ് വയറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഇങ്ങനത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ?
ഫ്ലോ ചെയ്യുള്ളൂ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? ബാറ്ററിയാണ് അല്ലേ? നിങ്ങൾക്കറിയാം, കുറേ ബാറ്ററീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 9 വോൾട്ട്, 1.5 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ബാറ്ററീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബാറ്ററിയാണ്. അപ്പോൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഈ ബാറ്ററിനകത്ത് നമുക്ക് കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സം കെമിക്കൽസ് ഇൻ ദിസ് ബാറ്ററി. അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, റെഡോക്സ് റിയാക്ഷൻസ്. അതിനെക്കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഈ റെഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ഭാഗത്ത്, ഓക്കെ, നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക, ഒരു ഭാഗത്ത് ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ സെല്ലിലെ ഒരു ഭാഗത്ത്, ഓക്കെ, ഒരു ബാറ്ററി എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാക്ഷൻസ് നടക്കും. വേറെ സ്ഥലത്ത് ഇലക്ട്രോൺസ് ഗെയിൻ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഭാഗത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടില്ലേ അല്ലേ? ഒരു റിയാക്ഷൻ നടന്നു, ആ റിയാക്ഷനിൽ ആ സൈഡിലുള്ള പാർട്ടി ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് വരുമ്പോൾ നെഗറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി അല്ലേ? ഇനി അതേ ബാറ്ററിയുടെ മറ്റേ എൻഡിൽ എന്തായിരിക്കും? മറ്റേ സൈഡിൽ എന്തായിരിക്കും? ഇലക്ട്രോൺസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് എന്താ സംഭവം എന്ന്. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പാർട്ടിന് എന്ത് ചാർജ് എക്വയർ ചെയ്യും? നെഗറ്റീവ് ചാർജ് എക്വയർ ചെയ്യും. ഓക്കെ, ഓക്സിഡേഷൻ പാർട്ടിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിഡക്ഷൻ പാർട്ടിന് നെഗറ്റീവ് ചാർജ് എക്വയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ബാറ്ററിയുടെ രണ്ട് എൻഡ്സിൽ ഒരു എൻഡ് പോസിറ്റീവ് ആയിരിക്കും, വേറെ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? പോസിറ്റീവ് ആയിരിക്കും ഒരു എൻഡിൽ, വേറെ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു കണക്ട് ദിസ് ബാറ്ററി ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കണക്ട് ചെയ്യാണ് കണ്ടക്ടിങ് വയറിൽ കൂടെ. അവിടെ നമുക്കൊരു ബൾബ് കൂടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി. ഒന്ന് പോസിറ്റീവ് ടെർമിനൽ, അതിനെ ഹയർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് ടെർമിനലിനെ ലോവർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. സോ ദയർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ബാറ്ററിയാണെന്ന് പറഞ്ഞു അല്ലേ? ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്ററിയാണ്. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇത്രയും കാര്യം നമുക്ക് അറിയാം അല്ലേ? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ബാറ്ററിയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് നോക്കാം. ലെറ്റ്സ് സീ എ സർക്യൂട്ട്. ഹിയർ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടക്ടിങ് വയറിൽ. നൗ വി ആർ കണക്ടിങ് എ ബാറ്ററി. ഓക്കെ, ബാറ്ററി നമ്മൾ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യണം. നൗ വാട്ട് വിൽ ഹാപ്പൻ? ലെറ്റ്സ് സീ. നമുക്കറിയാം ബാറ്ററിയുടെ ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ടെർമിനൽ. മറ്റേ എൻഡിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഇത് ക്ലിയർ ആണ്. ഇനി നമുക്കറിയാം ഇതൊരു മെറ്റാലിക് വയറാണ് അല്ലേ? കണ്ടക്ടിങ് വയറാണ്. ഈ കണ്ടക്ടിങ് വയറിൽ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. മെറ്റലിൽ ഇലക്ട്രോ പോസിറ്റീവാണ്. അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ റാൻഡം മൂവ്മെൻറ്റിലായിരിക്കും. അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, ദാറ്റ് ക്യാൻ മൂവ് അല്ലേ? ഈ ഫ്രീ ഇലക്ട്രോൺ, നെഗറ്റീവ് എൻഡിൽ അടുത്തുള്ള ഫ്രീ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു? ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിൽ നെഗറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ വാട്ട് ഹാപ്പൻസ്? റിപ്പൽ ചെയ്യും അല്ലേ? അപ്പോൾ ഈ ബാറ്ററി എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ പുഷ് ചെയ്യും, തള്ളിവിടും. രണ്ട് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നതുകൊണ്ടും ദിസ് ഇലക്ട്രോൺ വിൽ ബി പുഷ്ഡ് ബൈ ദിസ് എൻഡ് ഓഫ് ദി ബാറ്ററി അല്ലേ? അപ്പോൾ ഈ കാരണം അത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ നെഗറ്റീവ് ടെർമിനലിൻ്റെ അടുത്തുള്ള ഇലക്ട്രോണിനെ ഈ ബാറ്ററി ഇറ്റ് വിൽ പുഷ്. എവിടേക്ക് പുഷ് ചെയ്യും? പോസിറ്റീവിലേക്ക് പുഷ് ചെയ്യും. പോസിറ്റീവ് ടെർമിനലിൻ്റെ പ്രത്യേകത അറിയാം, അത് പോസിറ്റീവ് ചാർജാണ് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവാണ് നമുക്കറിയാം. ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് അല്ലേ? അങ്ങനെ ഇലക്ട്രോൺ ബാറ്ററിക്ക് അകത്തേക്ക് പോവുകയും what happens? This positive end of the terminal, it attracts this electron. നെഗറ്റീവ് എൻഡ് ഇലക്ട്രോണിനെ പുഷ് ചെയ്യുന്നു, അത് പോസിറ്റീവിൽ അട്രാക്റ്റ് ചെയ്യുകയും അത് അതിനകത്തുകൂടെ പോകുന്നു. അഗെയിൻ അത് വീണ്ടും ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നു അല്ലേ? അപ്പോൾ ബാറ്ററിയുടെ അകത്ത് പോകുന്നു, അഗെയിൻ ഇറ്റ് വിൽ ഗോ ടു ദി നെഗറ്റീവ് ടെർമിനൽ, ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇലക്ട്രോൺ ഫ്ലോ ഏത് ഡയറക്ഷനിലാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനലാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് റിപ്പൽ. ഇനി
പക്ഷേ നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എഴുതുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ല, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ്. അതിൻ്റെ കാരണമാണ് പറയുക. കുറേ കാലം മുന്നേ ഇലക്ട്രോൺസൊക്കെ കണ്ടെത്തുന്നതിന് മുന്നേ ഇലക്ട്രിക് കറണ്ട് എന്ന കോൺസെപ്റ്റ് വന്നിരുന്നു. അപ്പോൾ സയൻറ്റിസ്റ്റ്മാർ എന്താ വിചാരിച്ചതെന്നറിയോ? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? പോസിറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത് സർക്യൂട്ടിൽ കൂടെ, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. പോസിറ്റീവ് ചാർജ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ എന്നാണ് പണ്ട് സയൻറ്റിസ്റ്റ്മാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുമാതിരി. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം അങ്ങനെയല്ല, നെഗറ്റീവിൽ നിന്നും ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ അന്ന് അത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കൺവെൻഷനലി എന്ത് പറ്റി? ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്ന് സയൻറ്റിസ്റ്റ് തീരുമാനിച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ പണ്ട് ഇലക്ട്രോൺസിൻ്റെ കോൺസെപ്റ്റ് അറിയുന്നതിന് മുന്നേ തന്നെ കറണ്ട് എന്ന കോൺസെപ്റ്റ് വന്നിരുന്നു. അവിടെ പോസിറ്റീവ് ടു നെഗറ്റീവിലേക്കാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് കൺവെൻഷനലി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം സയൻറ്റിസ്റ്റ് അങ്ങനെ തീരുമാനിച്ചു വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പക്ഷേ നിങ്ങൾ അറിയണം, ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് കറണ്ടിൻ്റെ ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത്? കാരണം ഇലക്ട്രോൺ കണ്ടെത്തുന്നതിന് മുന്നേ അത് തീരുമാനിച്ച് വെച്ചത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് ബാറ്ററിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. ബാറ്ററിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്. സോ ആക്ച്വലി വാട്ട് ഇസ് ദ ബാറ്ററി ഗിവിങ് ഹിയർ? എനർജി. ബാറ്ററി എന്താണ് കൊടുക്കുന്നത്? ശരിക്കും എനർജിയാണ് കൊടുക്കുന്നത് അല്ലേ? എനർജിയാണ്, ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യാനുള്ള എനർജിയാണ്. നമുക്ക് എനർജി എന്താണെന്നറിയാം. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക്. എനർജി എന്താണെന്ന് അറിയാം, എബിലിറ്റി ടു ഡു വർക്കാണ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ വർക്ക് ബീയിങ് ഡൺ ഹിയർ? അപ്പോൾ നമ്മൾ വേറെ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഒരു കോൺസെപ്റ്റിലൂടെ തന്നെ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം. ഒരു പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യണം ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. മീൻസ് യു ഹാവ് ടു ഡു സം വർക്ക് അല്ലേ? സോ എ വർക്ക് ഈസ് ടു ബി ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് across the conductor and this is called potential difference. The work done, ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അക്രോസ് ദി കണ്ടക്ടർ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട് വി. അപ്പോൾ വി ഈക്വൽ ടു വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ W, വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വർക്ക് ഡൺ W ബൈ Q. V equal to W by Q. V is equal to W by Q. ആ ഇക്വേഷൻ കൂടെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ വർക്ക് ബൈ ചാർജ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വർക്കിൻ്റെ നമുക്കറിയാം ജൂൾ ആണെന്ന്, ചാർജിൻ്റെ കുലുംബാണെന്ന്. അപ്പോൾ ജൂൾ പെർ കുലുംബാണ് വോൾട്ട് അല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെങ്കിൽ നമുക്ക് V എന്നും എഴുതാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് V എന്ന് എഴുതാം, അല്ലെങ്കിൽ ജൂൾ പെർ കുലും എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അക്രോസ് ദി കണ്ടക്ടർ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ബാറ്ററിയാണ്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കറണ്ട് എന്താണെന്ന് മനസ്സിലായി കാണും നിങ്ങൾക്ക് അല്ലേ? ഇലക്ട്രോൺ ഫ്ലോ ആണ്. പക്ഷേ നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്ററിയാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താ നമ്മളോട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അക്രോസ് ദ കണ്ടക്ടർ. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് എപ്പോഴാണ് പറയുക? ഒരു ജൂൾ വർക്ക് ഒരു കുലും ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 1 വോൾട്ട് ആണെന്ന് പറയും അല്ലേ? ദാറ്റ് ഈസ് വിക്ക് 1 കിട്ടണമെങ്കിൽ W 1 ആവണം, Q 1 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം V 1 ആണെന്ന് അല്ലേ? അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബൾബ് കത്തുക മാത്രമല്ല ചെയ്യുക, അവർ ചൂടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചൂടാവുന്നത് നോക്കാം. വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹീറ്റഡ് ഓർ കണ്ടക്ടിങ് വയർ ഓർ ബൾബ് ഈസ് ഗെറ്റിംഗ് ഹീറ്റഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അഗെയിൻ ഇവിടെ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ടൊരു മെറ്റൽ വയറിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഇൽ സ്റ്റാർട്ട് മൂവിങ് ടു വൺ ഡയറക്ഷൻ. ഈ മൂവ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് നടക്കുക വെച്ചാൽ ഒരിക്കലുമില്ല. കാരണം ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസിനെല്ലാം ഇടിച്ചിട്ട് വേണം ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ. അതായത് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇറ്റ് വിൽ ഹാവ് ടു സ്ട്രൈക്ക് ദീസ് ആറ്റംസ്. കുറേ ആറ്റംസ് ഉണ്ട് മെറ്റൽ വയറിൽ. ആ ആറ്റമിലൊക്കെ ഇടിച്ചിടിച്ചാണ് അത് ഒരു സൈഡിൽ നിന്നും വേറെ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി, ഇലക്ട്രോൺസിലുള്ള കൈനറ്റിക് എനർജി കുറച്ച് ഈ ആറ്റമിലേക്ക് കൊടുക്കും
ഓക്കെ, ഇടിക്കുമ്പോൾ ആറ്റമിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി കാരണം ദാസ് ആറ്റം വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ്. ആറ്റം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കുറേ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഹീറ്റ് ഇസ് ജനറേറ്റഡ്. സോ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്തിനു മനസ്സിലായി? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് അല്ലേ. കറണ്ട് കൂടുക എന്ന് പറയുമ്പോൾ ചാർജിൻ്റെ ഫ്ലോ കൂടുക അല്ലേ. ചാർജിൻ്റെ ഫ്ലോ കൂടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ചാർജസ് ഉണ്ടെങ്കിൽ ഒരുപാട് സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും ആറ്റംസിനെ. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പഠിച്ചു. ഇനി വേറൊരു കാര്യത്തിനും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേതാണ്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ അല്ലേ. ഒബ്സ്ട്രക്ഷൻ കൂടുകയാണ് എന്ന് വെച്ചാൽ കൂടുതൽ ആറ്റംസിനെ ഇടിക്കേണ്ടി വരികയാണെങ്കിലും സ്വാഭാവികമായും ഹീറ്റ് ജനറേറ്റഡ് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. സോ heat generated is directly proportional to current. It is directly proportional to resistance as well. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സ്ട്രക്ഷൻസ് അല്ലേ. ഒബ്സ്ട്രക്ഷൻസ് തടസ്സമാണ്. കറണ്ടിൻ്റെ ഫ്ലോയിന് തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിലും എന്ത് പറ്റുന്നു? സ്ട്രൈക്കിംഗ് കൂടും, ഹീറ്റ് ജനറേഷൻ കൂടും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ടൈമാണ്. കൂടുതൽ നേരം കറണ്ട് ഫ്ലോ ചെയ്താൽ കൂടുതൽ തവണയായിട്ട് ഇലക്ട്രോൺസ് അതിൽ ആറ്റമിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഹീറ്റ് ജനറേഷൻ കൂടും. സോ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആസ് വെൽ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആൻഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഈ കാര്യം മനസ്സിലാക്കുക. ഹീറ്റ് is directly proportional to current through that conductor, resistance of that conductor and time of flow of കറണ്ട് അല്ലേ. കറണ്ട് എത്ര നേരം പോകുന്നു, ഈ മൂന്നിനെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒന്ന് കൂടിയാൽ മറ്റേത് കൂടും. കറണ്ട് കൂടിയാൽ ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂടിയാലും ഹീറ്റ് കൂടും, ടൈം കൂടിയാലും